ഹായ് ഫ്രണ്ട്സ്, സുനൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തേങ്ങ വറുത്തരച്ച ഒരു കറിയാണ് വെക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായി കുറച്ച് ക്യാരറ്റ്, പടവലങ്ങ, പച്ചമുളക്, മുരിങ്ങയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിരിക്കുകയാണ്. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ കൂട്ടുകാരും സുനൂസ് വ്ലോഗ് കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ചട്ടിക്കതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, പടവലങ്ങ, പച്ചമുളക് ആദ്യമേ ഇട്ട് വഴറ്റണം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ ക്യാരറ്റും പടവലങ്ങയും ഇട്ട് ചേർത്ത് ഒരു കറി വെക്കാറുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് തക്കാളിയുണ്ട്. തക്കാളി ഒരു പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. കഷ്ണങ്ങൾ ഏകദേശം വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായി അരപ്പ് കഷ്ണത്തെ പിടിക്കുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതവിടെ ഒരു 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ തിരുമ്മി വറുത്തെടുക്കണം. അതിനാവശ്യമായി ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് തേങ്ങ വറുത്തെടുക്കാം. ചെറു തീയിലിരുന്ന് വേണം തേങ്ങ വറുത്തെടുക്കാൻ. മൂത്ത് വരുമ്പം അത് അരച്ചെടുക്കാം. അരച്ചെടുത്തു. അരച്ച അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കടുക് താളിക്കണം. അതിനായി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് ഉള്ളി, കരിയാപ്പാല ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. വളരെ എളുപ്പത്തിൽ വറുത്തെടുക്കാം. അതിനുശേഷം അരപ്പിലേക്ക് കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കണം. കറിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു.